ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുട്ടയില്ലാതെ തന്നെ ഒരു ബനാന കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിന് പ്രത്യേകിച്ച് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യം ഒന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് ഒരു ഏത്തക്ക എടുക്കണം. അത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചതല്ല. അപ്പോൾ അര കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ച നമ്മുടെ ഏത്തക്കയുടെ മിക്സ് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് വെള്ളം ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് തൈരാണ് വേണ്ടത്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണിത്. പിന്നെ പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നിങ്ങളുടെ പുളിയുള്ള തൈരാണ് ഉള്ളതെങ്കിൽ നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരല്പം ആ പുളിയുള്ള തൈര് കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചേർക്കുക. ഇനി ഞാനിവിടെ 1.5 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് ഒന്ന് അരിച്ച് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഗോതമ്പ് മാവിന് നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു മണം കാണും. ഗോതമ്പിൻ്റെ ആ ഒരു മണം കാണും. പക്ഷെ മൈദയിലാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ ഈ ഗോതമ്പ് മാവാണ്. ഈ ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയും ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ അമൃതം പൊടി അതും ചേർത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു 3/4 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശേ നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ പാല് നിങ്ങൾ ഒട്ടും തന്നെ തണുപ്പില്ലാത്ത പാലായിരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ തണുപ്പ് വിട്ടതിന് ശേഷമേ നിങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. കണ്ടോ, ഇതുപോലിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ഞാനിതിൽ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്നിലേക്ക് ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിൽ എല്ലായിടത്തും ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. കുറച്ചുകൂടി പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് ഒരു 35 മിനിറ്റ് എടുക്കും. ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്യണം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 35 മിനിറ്റ് എടുത്താണ് ഇത് ബേക്കായത്. ഇനി നിങ്ങൾ കേക്കിൻ്റെ ടിന്ന് കുറച്ചുകൂടി പരന്നത് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 25 മിനിറ്റ് ആകുമ്പോഴേ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ആയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും മുട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അമൃതം പൊടി ഉപയോഗിച്ച് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.